അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാബാദ്. മനുഷ്യൻ എപ്പോഴും വേറൊരാളെ ആശ്രയിച്ചിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കൂടെ ഇന്നവരുണ്ടായിരിക്കും, ഇന്നവർ സഹായിക്കും, മക്കൾ സഹായിക്കും, അയൽവാസി സഹായിക്കും. അങ്ങനെ നമ്മൾ പലരിലും പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ പലപ്പോഴും അത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ അവരാരും നമ്മുടെ കൂടെ ഇല്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ വല്ലാത്ത നിരാശയും വല്ലാത്ത മാനസിക പ്രയാസവും മാനസിക സംഘർഷവും നമ്മൾ അനുഭവിക്കും. അത്രയൊന്നും വേണ്ട. നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്നൊന്നും അത്ര ആർക്കും ഇപ്പോൾ ഒരാവശ്യമില്ല എന്ന് തോന്നിയാൽ തന്നെ നമുക്ക് ജീവിതത്തോട് മടുപ്പും പ്രയാസവും നമുക്ക് തോന്നും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നമുക്കാരുമില്ല, അള്ളാഹു അല്ലാതെയാണ്. നിനക്കാരുമില്ല, ലൈസലക്ക ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ നിനക്കാരുമില്ല എന്നാണ്. ഇതാണ് സത്യത്തിലൊരു വിശ്വാസിൻ്റെ മനസ്സിലുണ്ടാവേണ്ട കാര്യം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതായത് അള്ളാഹു നമുക്കൊരു ബുദ്ധിമുട്ട് വരണം, ഒരു പ്രയാസം വരണം എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാകും. ആ തീരുമാനത്തെ തടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്കുണ്ട് എന്ന് പറയാലോ. ഇൻ യംസസ്കല്ലാഹു ബിലുരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ അള്ളാഹു വിചാരിച്ചാൽ അത് നീക്കിത്തരാൻ ആർക്കും പറ്റൂല. അപ്പോൾ നമുക്ക് അള്ളാഹു അല്ലാതെ ആരും ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസത്തെയും നീക്കിത്തരാൻ ആർക്കും പറ്റില്ല. ആര് വിചാരിച്ചാലും നടക്കില്ല. ലോകത്തുള്ളവർ മുഴുവനും ഒന്നിച്ചു ചേർന്നാലും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് തടുക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് വിപത്തുക്കളെയും പ്രയാസങ്ങളെയും നീക്കിത്തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ആരിലും പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ കാര്യമില്ല. അതേപോലെ തന്നെ ലാ യഅ്തി ബി ഖൈരിൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു നന്മയെയും നമുക്ക് കൊണ്ടുവരുന്നില്ല. നമുക്കെന്തെങ്കിലും ഗുണം ജീവിതത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇൻ യുരിദുക ബി ഖൈരിൻ ഫലാ റാദ്ദ ലി ഫളിഹി. അള്ളാഹ് നിനക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഫളിലിനെ തടുക്കാൻ ആർക്കും പറ്റൂല. അള്ളാഹുവാണ് നമുക്ക് തരുന്നത് ജീവിതത്തിൻ്റെ ഏതനുഗ്രഹങ്ങളും. ഫമാ ബിക്കും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാ. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടുകയാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും സ്നേഹവും കാരുണ്യവും ഉപകാരവും തരാൻ പറ്റുകയുള്ളൂ എങ്കിൽ നമ്മളതിൽ മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്ക് ഒരർത്ഥമില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പണമുണ്ട്, ബന്ധുക്കളുണ്ട് എന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ തുറന്ന അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു പക്ഷിക്ക് തൻ്റെ ചിറകിലുള്ള വിശ്വാസം മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു കൊമ്പിൽ ചവിട്ടിയിരിക്കുകയാണെങ്കിൽ ആ കൊമ്പ് ബലമുണ്ടോ നോക്കുമല്ലോ. ഒരു പക്ഷിക്കത് ബലമുണ്ടോ നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? അഥവാ കൊമ്പൊടിഞ്ഞാലും അതിന് ചിറകുകളുണ്ട്, അത് താഴെ വീണ് പോവില്ല. അപ്പോൾ ചിറകുകളുണ്ടെന്നത് ഭൗതികമായൊരു ബലം ഒരു പക്ഷിക്ക് നൽകുന്നുണ്ട്. എന്ന പോലെ പണമുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊരു ധൈര്യമാണെങ്കിലും പണം കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല, ബന്ധുക്കളെ കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഉപകാരങ്ങൾ കൊണ്ടുവരാനും അള്ളാഹു മാത്രമേ ഉള്ളൂ. വലാ മൽജ ഇല്ല ഇലല്ലാ. നിനക്ക് രക്ഷ തേടാനൊരു അഭയകേന്ദ്രം അതും അള്ളാഹ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഭയം ഉണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടുത്താൻ ലാ മൽജ വലാ മൻജ മിൻക ഇല്ല ഇലൈക്ക്. ഉറങ്ങുമ്പോൾ പറയലോ, രക്ഷപ്പെടാനും അഭയം തേടാനും നീയല്ലാതെ മറ്റൊരു സ്ഥലമല്ലാന്ന്. നമുക്ക് അഭയം തരാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. വേറെ ഏതൊരാൾ തരുന്ന അഭയത്തിന് മുകളിലും ആ അഭയം നഷ്ടപ്പെടുത്താനും വീണ്ടും നമ്മളിൽ ഭയം ജനിപ്പിക്കാനും മറ്റൊരാൾക്ക് പറ്റും. എന്നാൽ അള്ളാഹു തരുന്ന നിർഭയത്വത്തെ അതിജീവിക്കാൻ ആർക്കാ പറ്റുക? ആർക്കും പറ്റില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് നിർഭയത്വം നൽകുവാനും രക്ഷ നൽകുവാനും അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ നിധി എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട മറ്റൊരു വചനം നമുക്ക് ഓർമ്മ വരിക. അതാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല, അള്ളാഹുവിനല്ലാതെ ഒരു ശക്തിയുമില്ല. എല്ലാ കഴിവും അള്ളാഹുവിൻ്റേതാണ്, എല്ലാ ശക്തിയും അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ വിധിയുമില്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുകയില്ല. എല്ലാ കഴിവും അള്ളാഹുവിനാണ്, എല്ലാ ശക്തിയും അള്ളാഹുവിനാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ചാൽ പോരെ? എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ആശയമാണത്.
ഇപ്പോൾ നമ്മൾ നിരാശപ്പെട്ടതും നമ്മൾ വിഷമിച്ചതും നമ്മൾ ദുഃഖിച്ചതും ഒക്കെ എന്താണ്? നമ്മളെ പലരും കൈവിട്ടെന്ന് ചിന്തിച്ചതും അവരിലൊക്കെ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളൊക്കെ അള്ളാഹുവിൽ മാത്രമാവുക. അതുകൊണ്ടാണ് ഒരു മുസീബത്തോ ഒരു വിഷമമോ വന്നാൽ നമ്മൾ പറയണത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവങ്കിലേക്ക് തിരിച്ചു തരുന്നതാണ്. അതായത് ഒരു വിപത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏത് വിപത്തുക്കളും എന്ത് പ്രയാസങ്ങളും ഒക്കെ വന്നാലും അത് വരുത്താൻ അള്ളാഹുവിന് പറ്റും. അതിന് അള്ളാഹുവിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളെ പേരിൽ എന്ത് തീരുമാനമെടുക്കാനും അള്ളാഹുവിന് പറ്റും. ഇനിയോ എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്ന, സമാധാനം നൽകുന്നതാണ്. എന്ത് വിപത്തുക്കൾ വരുമെന്ന് പറഞ്ഞാലും അത് മരണത്തിലേക്ക് നമ്മൾ എത്തിക്കൊള്ളൂ. മരണം അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കും. അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുഖങ്ങളുടെയും ലോകത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇവിടെ എന്താണ് ഭയപ്പെടാനുള്ളത്? എന്താണ് ആശങ്കപ്പെടാനുള്ളത്? എന്തിനെക്കുറിച്ചാണ് വേവലാതിപ്പെടാനുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.